ഹായ്, കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് തമ്പതിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നറുനീണ്ടി സർബത്താണ് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയല്ലോ. ചൂട് തുടങ്ങിയതല്ല, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു അത്രയ്ക്കോളം ഹ്യൂമിഡിറ്റിയും ചൂടും ഒക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. നമുക്കിത് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യാം. മാത്രമല്ല സെയിലും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കൂടുതലും സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റി നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നമുക്കിത് ഉണ്ടാക്കി സെയിലും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഈ ഒരു കാലാവസ്ഥയിൽ നന്നായിട്ട് മാർക്കറ്റ് ഉണ്ടാകുന്നൊരു പ്രോഡക്റ്റ് ആയിരിക്കും നറുനീണ്ടി സർബത്ത് അല്ലെങ്കിൽ നന്നാരി സർബത്ത് എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് കിട്ടുന്ന കളറും പ്രിസർവേറ്റീവും ഒക്കെ ചേർന്നിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ വാങ്ങി കുടിക്കുന്നതിൽ നല്ലതാണ് ഇങ്ങനെയുള്ള ഡ്രിങ്ക്സൊക്കെ വാങ്ങി ഉണ്ടാക്കി നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമുക്ക് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്. മാത്രമല്ല നമ്മളിപ്പം ദാഹത്തിന് വേണ്ടി അത് കുടിച്ചാലും നമ്മുടെ ദാഹം തീർത്തില്ല. നമ്മൾ അതിൻ്റെ പുറകെ വീണ്ടും നമ്മൾ പച്ചവെള്ളം കുടിക്കേണ്ട ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ അങ്ങനത്തെ ആ ഷുഗർ കണ്ടൻ്റൊക്കെ ഒരുപാടുള്ള വെള്ളം നമ്മൾ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദാഹം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതേപോലുള്ള ഈ നറുനീണ്ടി സർബത്തൊക്കെ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. നമ്മുടെ ബോഡി പെട്ടെന്ന് കൂളാക്കും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ദാഹം പെട്ടെന്ന് ദാഹം പെട്ടെന്ന് കുറയ്ക്കും. അതിൻ്റെ പുറകെ പിന്നെയും നമുക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഈ സമയത്ത്. എങ്കിലും നമ്മൾ ആ ഡ്രിങ്ക്സൊക്കെ വാങ്ങി കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കേടുമാണ്, നമ്മുടെ ദാഹവും തീരുന്നില്ല. പക്ഷേ നറുനീണ്ടി സർബത്ത് എന്നൊക്കെ പറയുന്നത് പണ്ട് തൊട്ടേ ആൾക്കാർ ഇതൊക്കെ ഈ ഇപ്പോഴിറങ്ങുന്ന ഡ്രിങ്ക്സൊക്കെ ഇറങ്ങുന്നേക്കാളും ഒരുപാട് കാലം മുൻപ് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നൊരു സാധനമാണ്. ഇതൊരു പ്ലാന്റിൻ്റെ വേരാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഒരു ചെടിയുടെ വേരാണ് ഈ നറുനീണ്ടി എന്ന് പറയുന്നത്. നല്ല സ്മെല്ലാണ്. മാത്രമല്ല ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്കിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുറത്തുനിന്നൊരു ഗസ്റ്റ് വരുവാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്കും നമ്മൾക്കും എല്ലാവർക്കും വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അതുകൂടാതെ നമുക്കിത് ഉണ്ടാക്കി സെയിൽ ചെയ്യുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ വേനൽക്കാലത്ത് നല്ല മാർക്കറ്റിംഗ് ഉള്ളൊരു പ്രോഡക്റ്റ് കൂടി ആയിരിക്കും അത്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നറുനീണ്ടി അല്ലെങ്കിൽ നന്നാറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വേരായതുകൊണ്ട് തന്നെ നല്ലപോലെ അഴുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിരുമ്മി വാഷ് ചെയ്ത് ഇതിനകത്ത് മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം തെളിയുന്നത് വരെ വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഓവർനൈറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ രാത്രിയിൽ നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങും. അല്ലാണ്ട് ഇങ്ങനെ തന്നെ തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നന്നായിട്ട് ഇതിൻ്റെ ആ എസെൻസും ഫ്ലേവറൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർനൈറ്റ് ഇത് കുതിർത്ത് വയ്ക്കുക. ഞാനിതിപ്പോൾ രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അതിൻ്റെ ആ വെള്ളം ഊറ്റി ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വേര് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മിക്സിയിൽ ചിലപ്പോൾ ഇനി ബ്ലേഡ് വല്ലതും ഒടിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കല്ലിലിട്ടൊന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്താലും മതി. കണ്ടോ, ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിൽ കുറച്ചും കൂടി ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ എല്ലാ വേരും ഇതുപോലെ ഒന്ന് ഒരു കല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഒക്കെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 കപ്പോളം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഒരു 1.5 കപ്പ് വെള്ളത്തിലാണ് ഇപ്പോൾ ഇത്. അതായത് നേരത്തെ കുതിർത്ത് വെച്ചതും ഇപ്പോൾ ആഡ് ചെയ്തതും കൂടെ കൂട്ടിയിട്ട് ഒരു 1.5 കപ്പ് വെള്ളം. 1.5 കപ്പ് വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനൊരു 2 ഏലക്കയും കൂടെ ഒന്ന് ചതച്ചിടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ആണ് 2 എണ്ണം ഇട്ടത്. പക്ഷേ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവരെയും കൂടെ പരിഗണിച്ചിട്ടാണ് ഞാൻ 2 ഏലക്കയും കൂടെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്കിത് ആ ഒരു വേര് കളഞ്ഞേക്കാം. നമുക്കിനി ഈ വെള്ളം മാത്രം മതി. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ 1 കിലോ പഞ്ചസാരയുടെ അളവാണ് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന നറുനീണ്ടി 50 ഗ്രാമാണ് കേട്ടോ. 50 ഗ്രാം നറുനീണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതൊന്ന് കാരമലൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അതായത് നമ്മൾ സർബത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ട, ഇപ്പം വൈറ്റ് കളറിലെ സർബത്തുണ്ട്. അപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും, കുറച്ചൊരു നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അടികട്ടിയുള്ള പാത്രമാണെങ്കിൽ ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ പാത്രം അടികട്ടി കുറവുള്ള പാത്രമാണ്. അപ്പോൾ പാത്രം കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്.
ചുവട് കട്ടിയുള്ള പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്യണ്ട കേട്ടോ. കാര്യം പഞ്ചസാര പെട്ടെന്ന് തന്നെ കാരമലൈസ് ആയി കിട്ടും. ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചധികം സമയം എടുക്കും ഇതൊന്നും ഈ ഒരു ബ്രൗൺ കളറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ബ്രൗൺ കളറിലേക്ക് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാറി നിന്നിട്ട് വേണം കേട്ടോ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്, ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പൊള്ളും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് പെട്ടെന്ന് എന്താ പറയുന്നത് ക്രിസ്റ്റലൈസ് ആയി പോകും. പക്ഷെ അത് പേടിക്കൊന്നും വേണ്ട. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച പാടെ ഇങ്ങനെ കട്ടിയായി പോകുന്നത് കണ്ടിട്ട് അയ്യോ ഇത് ചീത്തയായി പോയെന്ന് വിചാരിക്കേണ്ട. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിൻ്റെ ഒപ്പം ചേർന്നോളും. നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ഒരു 3/4 ലിറ്റർ വെള്ളമാണ്, കപ്പല്ല 3/4 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ എന്താ പറയുക അരിച്ച് വെച്ചിട്ടുള്ള നറുനീണ്ടിയുടെ ആ സിറപ്പില്ലേ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നാൽ മതി. അപ്പോൾ നമ്മൾ പഞ്ചസാരയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് 3/4 കപ്പ് വെള്ളമാണ്. നമ്മൾ അതുകൂടാണ്ട് നമ്മൾ നറുനീണ്ടി സർബത്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പോൾ അത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ തവിയിലിങ്ങനെ കോരുമ്പോഴത്തേക്കും നമ്മളൊരു എണ്ണ കോരിയ ഒരു എഫക്റ്റ് വരും. കാര്യം തവിയിലിങ്ങനെ കാണും. കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നൂൽപ്പരുവം അല്ല കേട്ടോ, അത്രയൊന്നും ആയി പോകണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് നിർത്തി വെക്കാം കേട്ടോ, വല്ലാണ്ട് തിക്കായി പോകണ്ട. ഞാനൊരു കാര്യം പറയാൻ മറന്നു. നാരങ്ങ നീര് ആഡ് ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ മതി. നാരങ്ങ സർബത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ അഴുക്ക് കളയാൻ മുട്ട ആഡ് ചെയ്യുന്നവരുണ്ട്, അതിൻ്റെയും ആവശ്യമില്ല. കാര്യം മുട്ട കഴിക്കാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഇത് സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നറുനീണ്ടി സർബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ. ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയിട്ടുള്ളൊരു എന്താ പറയുന്ന കോട്ടൺ തുണിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ അരിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണ അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കാനാണല്ലോ, അത് ശരീരത്തിന് കേടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുവാണെങ്കിൽ ഇതേപോലെ തുണിയിൽ അരിച്ചെടുത്തിട്ട് സെയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പെർഫെക്ഷനെ അത് ബാധിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അതെ, ഞാനൊരു ബോട്ടിൽ, ഇത് എൻ്റെ സ്റ്റിക്കറൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബോട്ടിൽ സ്റ്റിക്കർ ചെയ്തിട്ട് സെയിൽ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നിന്നൊരു സ്റ്റിക്കർ എടുത്ത് ഞാൻ ഒട്ടിച്ചിരിക്കുന്നതാണ്. എൻ്റെ സ്റ്റിക്കറൊന്നും അല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ സ്റ്റിക്കർ എടുക്കാറുള്ളൂ. ഇതിപ്പോൾ പെട്ടെന്ന് എനിക്ക് നിങ്ങൾ ബോട്ടിലൊന്ന് കാണിക്കണം, ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ എടുത്ത് ചെയ്തതാണ് കേട്ടോ. കണ്ടോ, ബോട്ടിൽ കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ 1/2 ലിറ്ററിൻ്റെ ആണ്, 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ 2 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതായത് നമ്മൾ 1 കിലോ പഞ്ചസാരയുടെ അല്ലേ ചെയ്തത്, 1 ലിറ്റർ സർബത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സർബത്ത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. എങ്കിലും ഞാനിത് എങ്ങനെ ഇത് കൊണ്ടിട്ട് സർബത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാവേ. സർബത്തൊക്കെ പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും നമ്മൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. ഞാനൊരു 1/2 ലെമൺ എടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ആവശ്യമുള്ളൂ. ഇത് കണ്ടോ, മധുരത്തിന് ആവശ്യമായിട്ടുള്ള സിറപ്പ് നമുക്ക് ആഡ് ചെയ്യാം. നല്ല സ്മെല്ലാണ് കേട്ടോ, നന്നാറിൻ്റെ സ്മെല്ല് നല്ല രസമാണ്. അപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള സിറപ്പ് ഒഴിക്കാം. കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. എന്നിട്ട് അതിലേക്ക് ഈ 1/2 ലെമൺ കൂടെ നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് സോഡയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്, സോഡ സർബത്തായിട്ടാണ് ചെയ്യുന്നത്. അത് കൂടുതലൊന്നും ഇല്ല, ഞാൻ മസാല സോഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സോഡയ്ക്കകത്തുനിന്ന് കുറച്ച് സോഡ മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് സർബത്ത് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു, അത് വെച്ചിട്ട്. അപ്പോൾ അതേ ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ ആ സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ലെമൺ സോഡ സർബത്താണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കൂളിംഗ് ആണ്. നമ്മൾ സർബത്ത് സോഡയും കൂടെ ഒടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോഡ സർബത്ത് റെഡിയായി. അപ്പോൾ ഇതേ നമ്മുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ചൊന്ന് കുടിച്ചു നോക്കിയേ, അടിപൊളിയാ.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് രേഖ ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി. കുഞ്ചു പാട്ടി.